മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അറബിക് ടൊമാറ്റോ ചട്നി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു അറേബ്യൻ ഫുഡാണ് ഉണ്ടാക്കുന്നത്. ചിക്കനെ കൊണ്ട് ചിക്കൻ മജ്ബൂസ്. അത് ഞാൻ ഇവിടെ പാത്രം എടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. പാത്രം ചൂടായി വരട്ടെ. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണിത്. ഇത് ചെറിയ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും കൂടി നന്നായി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇത് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 മീഡിയം സൈസിലെ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് മൂടി വെക്കാം. ഉള്ളി വഴന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 4 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറിയതായിട്ട് അരിഞ്ഞതാണ്. തക്കാളി ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കാം. തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണങ്ങിയ ലെമൺ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്, കണ്ടോ? അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 എണ്ണം എടുത്ത് ഇതിൽ നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കബ്സ മസാലയാണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും, അല്ലാണ്ട് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അര ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി മിക്സ് ചെയ്യുക വെള്ളം കൂടിയിട്ട്. കബ്സ മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, ബസ്മതി റൈസ്. അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് തിളച്ച് വരട്ടെ, അതുവരെ നമ്മൾക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കുക്കറിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. അതിലേക്ക് ഒരു നാരങ്ങ നീരും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിതിലുള്ള ചിക്കൻ കോരിയെടുക്കാം. ചിക്കനൊക്കെ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കണം കേട്ടോ. ഇതില് മസാലയില് ഉപ്പ് പിടിച്ചിട്ടുണ്ടോന്ന് നോക്കണം. നല്ല നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മൂടി വെക്കാം. വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് റൈസിലേക്ക് നേരത്തെ കോരി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. റൈസ് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അധികം വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനാണ് വെള്ളത്തിൽ നിന്ന് നമ്മൾ ചിക്കൻ കോരി എടുത്തത്. റൈസുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ദമ്മിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇതുപോലെയാണ് ദമ്മിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഒരു അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിന് മേലെ നമ്മളെ പാത്രം കയറ്റി വെച്ചിട്ട് ചെറിയ തീയിലിട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ചെമ്പിൻ്റെ എല്ലാം പാത്രത്തിലെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചാർക്കോളില്ലേ, തീ മേലെ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. എൻ്റെ അടുത്ത് ഇപ്പം ചാർക്കോളും തീയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫോയിൽ വെച്ചിട്ട് നന്നായി മൂടി വെച്ചാലും ആയി. അപ്പം മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അറബിക് ടൊമാറ്റോ ചട്നി.